ഹായ് ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കും ഗൈസ് അടുത്തൊരു സീരീസുമായിട്ട്. ഗൈസ് അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ സർവൈവൽ സീരീസ് ഗൈസ് തുടങ്ങിയിരിക്കുന്ന ഗൈസ്. എന്തായാലും രണ്ട് സീരീസ് ഉള്ളത് നല്ലതാണ് ഗൈസ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സർവൈവൽ സീരീസും ഒരു ഹാർഡ് കോഡ് സീരീസ് അങ്ങനെ കൊണ്ടാന്ന് ഓർത്തു. ഇപ്പോൾ ഗൈസ് ഞാൻ ഇത് വേൾഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇത് 1.20.4 ആണെന്ന് തോന്നുന്നു. 20.4 സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്ത് ഗൈസ് ഞാൻ റീപ്ലൈ മോഡ്സ് എല്ലാം എടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വെർഷൻ ചെയ്യുന്നത്. പിന്നെ ഗൈസ് തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ടായി. ഞാൻ സ്പോൺ ആയത് തൊട്ടടുത്ത് തന്നെ, അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ടായി. ഈ പ്രാവശ്യം വില്ലേജ് തപ്പി നമുക്ക് കൊണ്ടുവന്നില്ല. എല്ലാം തൊട്ടടുത്ത് എല്ലാം അടുത്തടുത്ത് നിന്ന് നന്നായി. അതുകൊണ്ട് എളുപ്പമുണ്ടായി നമുക്കെല്ലാം. ഫൈൻഡ് ചെയ്യണമെന്നില്ലല്ലോ. വേണ്ട F3 സ്കോഡ്സ് തൊട്ടടുത്ത് തന്നെ. ഇപ്പം ചത്തേനെ സ്മോളില്ലേ പോളൂ. സ്മോൾ തൊട്ടടുത്തല്ലേ. നമുക്ക് ഈസി ഈ പ്രാവശ്യം എല്ലാം അടുത്തടുത്തുള്ളതുകൊണ്ട്. അപ്പം തന്നെ വന്നപ്പോൾ തന്നെ ഒരു ബെഡ് കണ്ടുപിടിച്ച് ബെഡിലേക്ക് ഒന്ന് റീസ്പോൺസ് അറ്റാക്കായി. ഇല്ലെങ്കിൽ ശരിയാവില്ല. ഏതായിരുന്നു ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് വില്ലേജ് കിട്ടിയോണ്ട് തന്നെ ചെയ്യുന്നു. ഒരു വില്ലേജർ അടച്ചിട്ട് പോയി. എന്നെ കണ്ടപ്പോൾ തന്നെ അടച്ചിട്ട് പോയി. പട്ടി വില്ലേജർ കൊല്ലും കൈസില്ല. അതിന് വെട്ടിഞ്ഞ്. അപ്പോൾ ഞാൻ റീസ്പോൺസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാ പ്രാവശ്യം പോലെ തന്നെ ചെറിയൊരു വീട് കിട്ടാൻ കേസ്. അതല്ലേ അതിലല്ലേ അതിൻ്റെ ഒരു ലത്, അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഒന്നും മൈൻഡ് ചെയ്തിട്ട് വന്നില്ല. അതിനും വില്ലേജ് കിട്ടി. അതാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ ഓടി വന്നത് തന്നെ വില്ലേജിലേക്കാണ്. അതുകൊണ്ട് എനിക്കൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലോക്ക് പോലും മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഒരു അഡ്വൈസ്മെന്റ് പോലും കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഇത്രയും മൈൻഡ് ചെയ്ത് വന്നിട്ട്, ഇത്രയും അടുത്ത് വന്നതുകൊണ്ട്. അയൺ ഇത് കൊള്ളാം കേട്ടോ ഗൈസ്. എനിക്ക് വില്ലേജും ഇഷ്ടപ്പെട്ടു കാര്യമായിട്ട്. 3 അയൺ കിട്ടി. മറ്റേ ഇതിനെ പോലെ കൊല്ലണമെന്നില്ല. 3 അയൺ അങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇനി വല്ലതും ഉണ്ടോ? ഫുഡിന് കാര്യത്തില്ല. ഫുഡ് തുറന്നു വിട്ട് ഇറങ്ങി പോകും ഗൈസ്. വെച്ചിടാം. ഇതെന്ത് ഇങ്ങനെ വീട് പണിത് വെച്ചിരിക്കുന്നത്? വീട് പൊളിഞ്ഞതാണോ? അല്ലല്ല, അത്യാവശ്യം ഇതുള്ള സാധനങ്ങളാണ് ഗൈസ്. അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഉണ്ട്. ബ്രെഡിന് കേസ് അതിന് വേണ്ടി ഇപ്പോൾ പൊളിച്ചെടുത്തത്. കേസ് ഫസ്റ്റ് തന്നെ നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആർമ പറ്റായല്ലോ. ഏത് നമുക്കിതിനകത്ത് കേസ് നോക്കി കണ്ട് കളിക്കേണ്ട ആവശ്യമില്ല. ഏത് എന്താണെന്ന് അറിയാമോ? ചത്ത് കഴിഞ്ഞാൽ നമുക്ക് പുല്ല് വില. ഹാർഡ് കോർ അല്ലല്ലോ. ഏത് ചത്ത് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് റീസ്പോൺ അടിച്ച് തരും. അത്രേ ഉള്ളൂ. ചത്ത് കഴിഞ്ഞാൽ റീസ്പോൺ എന്ന് സംഭവം ഉള്ളതുകൊണ്ടേ ഇല്ല. ഇവിടെ എല്ലാ സ്ഥലത്തും ബെഡ് ഉണ്ടായി. ഞാൻ വെറുതെ ഈ ബെഡ് വെട്ടാൻ ഇനി ഇതുണ്ടാക്കാൻ പോകാം കേസ്. ഒരു 2 മരം വെട്ടട്ടെ. ഈ ജംഗിളിൻ്റെ അടുത്ത് തന്നെ ഒരു ജംഗിളുടെ മരമല്ലേ ഈ അതല്ലോ. തൊട്ടടുത്ത് ജംഗിളിൻ്റെ അടുത്ത് തന്നെ ഗൈസ്. ജംഗിൾ എത്തുമ്പോൾ തന്നെ എൻ്റെ FPS ലോ ആവുന്നുണ്ടോ? 39 FPS. കുഴപ്പമില്ല ഗൈസ്. 10 ഫസ്റ്റത്തെ അഡ്വൈസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. മരം വെട്ടിയുടെ അഡ്വൈസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ മൈൻഡ് ചെയ്തിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ, എന്നിട്ട് ഫുഡ്, എന്നിട്ട് വീട് ഉണ്ടാക്കണ കേസ്. ഇനി കുറേ പണിയെടുക്കണം. അറിയാമല്ലോ എന്തായാലും ചെയ്യേണ്ടത്. വീട് പണിയെങ്കിൽ ഇനി കുറേ കാര്യങ്ങൾ. ഞാൻ നല്ലൊരു വീട് മനസ്സിൽ കരുതിയിട്ടുണ്ട്. ആ വീട് പണിയാണെങ്കിൽ കുറച്ചധികം പണിയെടുക്കേണ്ടി വരും. കുഴപ്പമില്ല, പണിയെടുത്താലും കുഴപ്പമില്ല. നമുക്കൊരു വീട് സെറ്റാക്കാം. അതിന് വേണ്ടി നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാം. വീട് പണിയുള്ള സ്ഥലമല്ല. ആദ്യമേ ഞാൻ ഫുഡ് ഇപ്പം തന്നെ റെഡിയാവും. ഇത് കുറേ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. മരങ്ങളുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് വീട് പണിയാൻ കഴിയും. ഇച്ചിരി അടുത്തടുത്ത് വില്ലേജ് തൊട്ടടുത്ത്. വില്ലേജറിലൂടെ ആണെങ്കിൽ പോലും കുഴപ്പമില്ല. നമുക്ക് വില്ലേജറിൻ്റെ തൊട്ട് എങ്ങനെ വേണമെങ്കിൽ കേസ് പിടിച്ചുകൊണ്ട് വരാം. എന്ന് വെച്ചാൽ ഈസി ആണല്ലോ. മൈൻഡ് ചെയ്യാൻ പോകാൻ എനിക്ക് മടിയില്ല ഈ പ്രാവശ്യം. ഞാൻ കഴിഞ്ഞ ഹാർഡ് കോഡിനകത്ത് മടിയായി കേസ്. എനിക്ക് മൈൻഡ് ചെയ്യാൻ പോയിട്ട് പേടിയാണ്. മൈൻഡ് ചെയ്യാൻ പോയി മടിയല്ല, പേടിയാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഫുള്ള് നല്ല രസമുണ്ട്, കൊള്ളാം. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ചെറിയൊരു ബേസ് സെറ്റാക്കാം തൽക്കാലം. കുറേ പണി എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിലിരിക്കുന്നവർക്ക് ഞാൻ ഇത് കൊണ്ട് വെച്ചു. കൊള്ളാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കട്ടെ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ചെസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പണി തുടങ്ങാൻ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പം അത് ചെയ്തു. ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ട് പോവാം. ബുക്കിനകത്തെല്ലാം കാണിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ 12 ക്യാരറ്റ് എന്നൊക്കെ 12 ബ്രെഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ്. മരങ്ങൾ വെട്ടി തുടങ്ങാം. മരങ്ങൾ മാത്രം വെട്ടിയാൽ പോരാ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെറിയ വീടല്ല ഗൈസ്, വലിയൊരു വീട്. ചെറിയ വീടൊക്കെ എന്ത് പണിയാണ് ഗൈസ്. എപ്പം നോക്കിയാൽ ചെറിയ വീട്. എനിക്ക് വൈകിയ ചെറിയ വീട് ബിൽഡ് ചെയ്ത്. അതുകൊണ്ട് ഞാൻ വലിയൊരു ബിൽഡ് ചെയ്യാൻ പോയി ഈ പ്രാവശ്യം. എന്തായാലും നിങ്ങൾക്ക് കാണാം ഗൈസ്. ഈ പ്രാവശ്യം കുറച്ച് POP കൂട്ടിയെടുക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് POV ഞാൻ എടുക്കുന്നുണ്ടാവും ഗൈസ്. നമുക്ക് ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട്. അഡ്വൈസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അഡ്വാൻസ്മെൻറ്റ് ഗൈസ്. അഡ്വൈസ്മെൻറ്റ് നിൽക്കുന്ന നാക്ക് കാണുന്നത് കുഴയുന്നു. കുഴയാതെ കുഴഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് നാക്കല്ല എൻ്റെ. മരം വെട്ട ആവശ്യമുള്ള മരങ്ങൾ വെട്ടിയെടുക്കാം ഗൈസ്. നമുക്ക് ആവശ്യമുള്ള കുറച്ച് മരങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എനിക്ക് എത്രയൊക്കെ മതി ഗൈസ്. ഞാൻ ഇതിനകത്ത് മറ്റേ ഈ മരങ്ങൾ വ്ലോഗ് മാത്രം തപ്പി കണ്ടുപിടിച്ച്, പിന്നെ കുറച്ച് ഫോറസ്റ്റിനകത്തുള്ള അതിൻ്റെ പേരെങ്കിൽ അറിഞ്ഞത് അതിൻ്റെ ആ സാധനം കണ്ടുപിടിച്ച് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റോണും കൂടി മൈൻഡ് ചെയ്തെടുക്കാം. എന്തായാലും ആവശ്യം വരും. അപ്പോൾ സ്റ്റോണേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റോണേജ് ആവുന്നത് എങ്ങനെയുണ്ട് ഗൈസ്. അതിന് മുമ്പ് അയൺ ആർമറായി. സ്റ്റോണേജ് ആവുന്നതിന് മുമ്പ് ഞാൻ അയൺ ആർമറല്ല, അയൺ പിക് ടൂൾസായി. കൊള്ളാം, കുഴപ്പമില്ല. നമുക്ക് പ്രത്യേകം സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്തെടുത്തിട്ട് നേരെ പോവാം.
കുറച്ച് സ്റ്റോൺ മതി ഗൈസ്. ഒരു 2 സ്റ്റാക്ക് മതി. 2 സ്റ്റാക്ക് പോരാ ബേസിക്കലി. ഒരു 3-4 സ്റ്റാക്ക് വേണം. അപ്പം 3-4 സ്റ്റാക്ക് കുത്തിപ്പിടിച്ച് മൈൻ ചെയ്യാമല്ല ഗൈസ്. എന്നാലും മൈൻ ചെയ്യാം ഗൈസ്. മൈൻ ചെയ്യാം. അടുത്ത മൈൻ ചെയ്യാം. ഗൈസ് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോൺ അല്ല, ഒരു 2 സ്റ്റാക്ക് സ്റ്റോൺ മൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ അല്ല, കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പിക്കാക്സ് പൊട്ടും. അതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ അടിച്ചു മാറ്റട്ടെ. ഈ വില്ലേജ് കൊള്ളാം ഗൈസ്. ഇതങ്ങ് വീടാക്കി മാറ്റിയതായിരുന്നല്ലേ. എന്ത് കഷ്ടം, എളുപ്പമുണ്ടായിരുന്നു. അതായത് കുഴപ്പമില്ല ഗൈസ്. ഈ വീട്ടിലൊന്ന് പോയി കിടന്ന് നേരം വെളുപ്പിക്കട്ടെ. ഇനിയിപ്പോൾ രാത്രി കിടന്ന് പണിയെടുക്കാൻ വയ്യ. ഇമ്മര കയറി കിടന്നില്ല, പിന്നെ എനിക്ക് കിടക്കാൻ പറ്റാത്തത് അത്താഹൽ. ഞാൻ കിടന്നിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് എനിക്ക് സ്വീറ്റ് ഡ്രീംസ് അഡ്വാൻസ്മെൻറ്റും കിട്ടി. അഡ്വാൻസ്മെൻറ്റ് ഗൈസ്. അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഇത്രയും സാധനങ്ങൾ ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ പോരാ. എനിക്ക് ഗൈസ് ഈ ബിൽഡ് പ്ലാൻ ചെയ്യാം. ഈ ബിൽഡ് പെട്ടെന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇതുണ്ട്. ഇതുപോലെയൊക്കെ ആയിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ എന്നല്ല, ഇതെന്നാൽ ഇത് അടിച്ചു മാറ്റിയപ്പോൾ നിങ്ങൾ വേണ്ട, ഇത് അടിച്ചു മാറ്റത്തില്ല. നമുക്ക് അത് കൂട്ട് ബിൽഡ് ഇവിടെ നമ്മൾ കൊണ്ടുപോയി സ്ഥലങ്ങൾ സെറ്റാക്കിയത്. ആദ്യം നമുക്ക് സ്ഥലങ്ങൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള സ്ഥലങ്ങൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള സ്ഥലം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. ഫില്ല് ചെയ്ത് നമുക്ക് നോക്കാം. കുറച്ച് ഫില്ല് ചെയ്ത് കളയാം. കുറച്ച് ഫില്ല് ചെയ്താൽ അധികം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഈ ഫില്ല് ചെയ്യുന്ന കൊടുത്ത് എടുത്ത് ബ്ലോക്ക് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പൊട്ടിച്ചെടുത്തേ ഉള്ളൂ. കുറച്ച് ഫില്ല് ചെയ്ത് എടുക്കാമേ. ഫില്ല് ചെയ്തിട്ടുണ്ട്. അത്രയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാനിങ് നമുക്ക് ചെറിയ ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഫാം ഹൗസ് പോലെ ബിൽഡ് ചെയ്യാൻ കഴിയും. ചെറിയൊരു ഫാം ഹൗസ് സെറ്റപ്പ്. ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വീടല്ല, ഒരു ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ കേസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുക കേസ്. എന്നിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറയാമല്ലോ എങ്ങനെ ആകുമെന്ന്. അപ്പോൾ കേസ് നമുക്ക് ഇതാക്കാം, സ്റ്റോൺ ആക്കാം. അപ്പോൾ ഇതാണ് കേസ് നമുക്ക് തൂണാക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ബിൽഡിങ് തുടങ്ങി നമുക്കൊന്ന് ഒരു ഐഡിയ കണ്ടുപിടിച്ച് നോക്കട്ടെ. ഞാൻ 4 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. 4 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അകലത്തിൽ ഒരു ബ്ലോക്ക് ഏകദേശം അളവിൽ ഞാൻ ഇന്ന് അളവ് നോക്കുന്നില്ല. 2 ബ്ലോക്ക് അകലത്തിൽ 2 ബ്ലോക്ക് അകലത്തിൽ 2 ബ്ലോക്ക് അകലത്തിൽ ഇപ്പോൾ ബ്ലോക്ക് 1 2 3 4 5 ബ്ലോക്ക് അകലുണ്ട്. 1 2 3 1 2 3 4 5 2 3 4 5 1 2 3 4 5 ഇവിടെയാണ് കേസ് വേണ്ടേ. അപ്പോൾ തെറ്റിപ്പോയില്ലേ നമ്മൾ ബ്ലോക്ക് വെച്ചത്. ശരിയായിട്ടുണ്ട്. ഈ 2 ബ്ലോക്ക് അകലത്തിൽ 3 ബ്ലോക്ക് വെച്ചേക്കുന്നത്. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ക്രോസ് ഇതൊരു പ്ലാൻ എൻ്റെ മനസ്സില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തോന്നിയ രീതിയിൽ ബിൽഡ് ചെയ്യാൻ പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു 3 ഹൈറ്റ് ആക്കാം. 3 4 ഹൈറ്റ് ആക്കട്ടെ. 4 ഹൈറ്റ് 4. അപ്പോൾ ഞാൻ സ്റ്റോൺ അല്ലേ ഇല്ല, ഞാൻ പോയി എടുക്കേണ്ട മൈൻ ചെയ്യാൻ പോലെ അല്ലേ. കുഴപ്പമില്ല, ചെയ്യാൻ പോവാ, അത്രേ ഉള്ളൂ. ഹൈറ്റ് കൂടിയപ്പോലോടാ. കൂടിപ്പോന്നും നമുക്ക് വിഷയമല്ല കേട്ടോ. ഓക്കെ, അടുത്ത ബ്ലോക്ക് എടുത്തിട്ട് തരാമേ. ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് തരാമേ. പെട്ടെന്ന് ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് തരാം. അപ്പോൾ കേസ് നമുക്ക് ആവശ്യമുള്ള ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലോക്ക് മൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യുന്ന നോക്കാം. ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന റീപ്ലൈ മോഡ് ബിൽഡ് ചെയ്യുന്നതാണോ കേസ് നല്ലത്? റീപ്ലൈ മോഡ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ ബോറടിക്കും. കേസ് കുറച്ച് ബിൽഡ് ചെയ്യട്ടെ കേസ്. മൊത്തം ഫില്ല് ചെയ്യാം. ഇത് മൊത്തം ഫില്ല് ചെയ്യട്ടെ കേസ്. ആ തൂണ് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. തൂണ് ഫില്ല് ചെയ്തിട്ട് ഫുഡ് കഴിക്കട്ടെ കേസ്. വിശക്കുന്നതൊക്കെ. നമ്മുടെ പിക്കാക്സ് മാക്സ് ഒക്കെ തീരാറായി കേട്ടോ. ഇനി ഷെയറായിട്ടുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത ഐഡിയ കണ്ടു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ കോബിൾ സ്റ്റോൺ വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ഫില്ല് ചെയ്യുന്നത്. എൻ്റെ ഇടഭാഗം മൊത്തം ഫില്ല് ചെയ്യുന്നത് കോബിൾ സ്റ്റോണാണ് പ്ലാൻ ചെയ്തിരുന്നത്. കോബിൾ സ്റ്റോൺ മാച്ച് ആവുന്നുണ്ട്. ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള കോബിൾ സ്റ്റോൺ ഇതിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. അതും മൈൻ ചെയ്യാൻ പോകേണ്ടി വരത്തില്ല. അപ്പോൾ കേസ് ഫില്ല് ചെയ്യട്ടെ. ഇത്ര ഭാഗം ഞാൻ ബ്ലോക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി പരിപാടികൾ. ഇനിയാണ് കേസ് കളികൾ നടക്കുന്നത്. ഇനിയാണ് പണികൾ നടക്കുന്നത്. നോക്കട്ടെ, ഉദ്ദേശിച്ചാൽ കയറിപ്പോയാതെ കേസ് വെച്ചിട്ട് പണികളുടെ പാടുപെട്ട പരിപാടി കേസ് നടക്കാൻ പോകുന്നതിന് ഞാനത് കുറച്ച് സ്ലാബ് ചെയ്യുക. സ്ലാബ് കുറച്ച് പോലെ കുറച്ചധികം സ്ലാബ് ചെയ്യണം. ഒരു സ്റ്റാക്ക് സ്ലാബ് ആദ്യം ഉണ്ടാക്കട്ടെ. എന്നിട്ട് ഉദ്ദേശിച്ചാൽ പോകും നോക്കട്ടെ. അതിന് മുമ്പ് നേരം വെളുപ്പിക്കട്ടെ കേസ്. നേരം വെളുത്തിട്ടുണ്ട് കേസ്. വീണ്ടും നമുക്ക് പരിപാടി തുടങ്ങാം. ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചെന്ത് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് വരത്തില്ല. ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കും കേസ്. എന്നിട്ട് അടുത്ത ബ്ലോക്ക് വരാൻ പോകുന്നത് എൻ്റെ മണ്ടയിൽ സ്റ്റെയർ അടിച്ച് കയറാം. ഓക്കെ, ഇവിടെ ബ്ലോക്ക് വരും ഇങ്ങനെ. അടുത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റെയർ അല്ല, എൻ്റെ മണ്ട വരും അവിടെ. അല്ല ഗൈസ്,
ഈ ബ്ലോക്ക് ഉണ്ട്, ഈ ബ്ലോക്കിന് ഹൈറ്റ് വരും അടുത്ത ബ്ലോക്ക്. അതെങ്ങനെ ഇപ്പം ചെയ്യുക? അപ്പം ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ഫുൾ അത്യാവശ്യം സെറ്റായിട്ട് പോകും. എന്തെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കല്ല, അത് കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ വീണ്ടും അതുപോലെ തന്നെ സ്റ്റെപ്പ് അടിച്ച് കയറ്റും. ഇങ്ങനെ ഒരു അതുപോലെ തന്നെ ഒന്നോടെ ഇത്രയും മതി. ബാക്കി അവിടുന്ന് കൂട്ടിമുട്ടിച്ച് വാങ്ങുന്നത്, ഇവിടുന്ന് കൂട്ടിമുട്ടിക്കാൻ പറയാമല്ലോ. അപ്പോൾ കുറേ ബ്ലോക്ക് വേണ്ടി വരില്ലേ? കുഴപ്പമില്ല, മൈൻഡ് ചെയ്യാം. മൈൻഡ് ചെയ്യാൻ വേറെ വരിയില്ല, മൈൻഡ് ചെയ്യാൻ വരിയില്ല, മൈൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ച് ഇങ്ങനെ വരും ഗൈസ്. ഇങ്ങനെയായിരിക്കും മേയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് അതുപോലെ തന്നെ സെയിം. എല്ലാ സ്ഥലത്തും ഒരേപോലെ വരും. തൽക്കാലം കുറച്ച് ബ്ലോക്ക് കൂടുതൽ വേണ്ടി വരുന്നുള്ളൂ, കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യും ചുറ്റിനും. ഇടയ്ക്ക് നടുക്ക് ഭാഗം വരുമ്പോൾ മാത്രം കുറച്ച് സ്റ്റെയറിൻ്റെ ആവശ്യം വരുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ഫില്ലായിക്കോളും. ആകുമായിരിക്കും. അതോടെ ഫലം ഫുള്ള് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം ഗൈസ്. ഇതൊന്ന് ഫില്ല് ചെയ്ത് തീർക്കാം ഗൈസ്. നമ്മൾ വീട് മേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. വീട് മേഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം കൊള്ളാമെന്ന് എൻ്റെ പ്രതീക്ഷ. പ്രതീക്ഷ കൈവിടാതിരിക്കാം ഗൈസ്. വീട് ഫുള്ള് പണിത് കഴിഞ്ഞില്ലല്ലോ. നമ്മൾ ആ ഒരു ഇത് മാത്രമല്ലേ ചെയ്തുള്ളൂ, ചേർ വെച്ച് കഴിഞ്ഞുള്ളൂ ഗൈസ്. ഫുള്ള് ഇരുട്ട് ഗൈസ്. ഒരു ടോർച്ച് ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. ടോർച്ച് ഉണ്ടാക്കാൻ മടി ആയതിനാൽ ഇവിടെ ഒന്ന് കട്ടെടുത്തിട്ട് വരും. ടോർച്ച് വില്ലേജിൽ നിന്ന് കട്ടെടുക്കും, അത്രേ ഉള്ളൂ. ടോർച്ച് കട്ടെടുക്കുന്ന അകത്തോണ്ട് വരുന്നില്ല. ഈ സോംബീസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി പാടും. അപ്പോൾ ഇങ്ങനെ ഏസ് ഇപ്പം വീട് ലുക്ക് എന്ന് പറഞ്ഞാൽ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഏസ് ഇങ്ങനെ ഇരിക്കും, കണ്ടല്ലോ. അകത്തെ ലുക്ക് നോക്കണ്ട ഏസ്. അകത്ത് തന്നെ ആ പണിതതിൻ്റെ ഒരു ഇത് വൃത്തികേടുണ്ട്. അത് വൃത്തികേടൊന്നുമില്ല ഏസ്, പണിതതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. പുറത്ത് നോക്കുമ്പോൾ വീടിൻ്റെ ഒരു ഫീലുണ്ട്. ഓക്കെ, ചെറിയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ ആ വീടിൻ്റെ ലുക്ക് അങ്ങ് മാറിക്കോളും. ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്യട്ടെ, കുറച്ച് ബ്ലോക്കോടെ ഫില്ല് ചെയ്യാണ്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കേട്ടെ. ഓക്കെ, അങ്ങനെ ഇതാണ് വീടിൻ്റെ ലുക്ക്. വീട് കാണുമ്പോൾ ഒരു പൊട്ട വീട് പോലെ തോന്നുന്നുണ്ടല്ലേ? ഇല്ല, തോന്നൂല, ഞാൻ സമ്മതിക്കൂല. വീട് ഇൻറ്റീരിയൽ മാറ്റും, ഫുള്ള് മാറ്റും, ഡിസൈൻ മാറ്റും. എൻ്റെ കൈകൾ ഫുള്ള് ഞാൻ പുറത്തിറക്കാൻ പോകും ഗൈസ്. അപ്പോൾ ഗൈസ് കുറച്ച് ബ്ലോക്ക് ഇവിടുന്ന് മാറ്റാനുണ്ട്. കുറച്ച് ബ്ലോക്ക് മാറ്റാം. ഞാൻ തന്നെ വെച്ച് ബ്ലോക്ക്, ഞാൻ തന്നെ തിരിച്ച് മാറ്റണമെന്ന്. പിന്നെ കുറച്ച് ഡിസൈൻ ചെയ്യാം ഗൈസ്. കുറച്ച് ഡിസൈൻസ് ചെയ്യാം. അപ്പം കുറച്ച് ബാലിൽ വെച്ച് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഒരു പണിക്ക് ഇറങ്ങിപ്പെട്ടു. ഇനിയിപ്പം ഇത് കുറച്ച് ഡിസൈൻ ചെയ്തൊന്ന് മുഴിപ്പിക്കാമെന്ന് വെച്ചു. എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാമല്ലോ. നമുക്ക് അറിയാവുന്ന പോലെ ഗൈസ് കുറച്ച് ഡിസൈൻസ് ചെയ്യാം. ഉള്ളറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. കുറച്ച് ഡിസൈൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ പോയിട്ട് ആ സാധനം കണ്ടു കുറച്ച് സാധനം കട്ടുണ്ടെന്ന് അതും കൂടി വെച്ച് കുറച്ച് ഡിസൈൻ ചെയ്യാം. ഈ സാധനം കുറച്ച് കട്ടുകൊണ്ട് പോയി കുറച്ച് ഡിസൈൻ ചെയ്യാം. പിന്നെ കുറച്ച് ട്രാപ്പ് ഡോറൊക്കെ ഞാൻ ഇവിടെ തന്നെ മൈൻഡ് ചെയ്തെടുക്കും, പൊട്ടിച്ചെടുക്കും. വില്ലേജ് തന്നെ പൊട്ടിച്ചെടുക്കും അല്ലേ. പക്ഷേ ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലേജ് കട്ടെടുക്കുന്നത്. വില്ലേജ് ഫുള്ളങ്ങ് മോഷ്ടിച്ച് എന്ന് പറഞ്ഞാൽ ഫുള്ളങ്ങ് ഇല്ലാണ്ടാക്കി എടുത്തത് ഗൈസ്. 2 ട്രാപ്പ് ഡോർ വേണ്ട, ഒരു ട്രാപ്പ് ഡോർ മതിയാ. എങ്ങനെ വെച്ചാൽ ഗൈസ് ഇപ്പോൾ കണ്ടോ അത്യാവശ്യം ലുക്കായില്ലേ. എന്നിട്ട് ഞാൻ ട്രാപ്പ് ഡോർ എടുക്കും. ഒരു ട്രാപ്പ് ഡോർ വെച്ച് കഴിയുമ്പോൾ 2 ട്രാപ്പ് ഡോർ വെച്ചു. ഇപ്പം ഗ്ലാസ് ഇല്ലാത്തതുണ്ടോ ഗൈസ്? അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചേനെ അവിടെ. ഗ്ലാസ്സൊക്കെ എന്തെങ്കിലും സോംബി കയറാൻ പോകുന്നില്ല. എന്തായാലും സോംബി വരാൻ പോകുന്നില്ല ഗൈസ്. അപ്പം ഫ്രണ്ട് ചെറിയ ലുക്ക് വ്യത്യാസം വരുന്നതാവാം. ഇവിടെ ഫുള്ള് ഇങ്ങനെ കച്ചി അല്ലെങ്കിൽ സാധനം എടുക്കാൻ ഓർത്ത് കൊണ്ടുവന്നാൽ അതിനാണ് ഞാൻ ഈ സാധനം എടുത്തുകൊണ്ട് വന്നത്. ഫുള്ളായിട്ട് ഒരു കുറച്ച് ഇന്ത്യൻ ഡിസൈൻ മതി. അപ്പം അവിടെ ഒരു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗൈസ് അവിടെ ഒരു ഇത് വേണം, ലൈറ്റ് വേണം, ലൈറ്റ് പോസ്റ്റ്. ആയിക്കോട്ടെ. എന്നിട്ട് നമ്മളെല്ലാം വില്ലേജ് അതേ ഡിസൈൻ കട്ടെടുത്ത് കഴിഞ്ഞാൽ പറയും നിങ്ങൾ മോഷ്ടിച്ചു. ഞാൻ അതേ ഡിസൈൻ കോപ്പി ചെയ്ത് എന്തിനാണ് ചെയ്യുക? അപ്പോൾ അതേ ഡിസൈൻ അല്ല, ഡിസൈൻ മാറ്റം വന്നു. ഡിസൈൻ മാറ്റിയത് കണ്ടാ? ഇപ്പം ലൈറ്റ് നോക്കി കിട്ടും. അപ്പോൾ നോക്കി ഇപ്പം കാണുമ്പോൾ ഓക്കെ അല്ലേ? അത്യാവശ്യം രസമായില്ലേ? ഫ്രണ്ടിൽ ഫുൾ ഒരു ആൾ നിൽക്കുന്ന ഫീലില്ലേ? ഇല്ലല്ലേ, ഉണ്ടാക്കിയത് അങ്ങനെ ആവും. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോർ വെച്ച് ഒന്ന് സെറ്റാക്കണം. അടിയും കുറച്ച് ട്രാപ്പ് ഡോർ ഇരിക്കട്ടെ. ഇവിടെ കുറച്ച് ട്രാപ്പ് ഡോർ ഇരിക്കട്ടെ. പിന്നെ ഒരു ടോർച്ച് ഇതായിരിക്കും ഇവിടെ തന്നെ ഇരിക്കട്ടെ. വഴി കൂടെ കാണുമ്പോൾ ഒരു ഗുമ്മ് വേണ്ട, അതിന് വേണ്ടി ഇതെടുക്കാം. അപ്പോൾ വെച്ചു ലൈറ്റ് വെച്ചിട്ടുണ്ട്.
ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം ചെറിയ ലുക്ക് വ്യത്യാസം വന്നില്ലേ നേരത്തെ അപേക്ഷിച്ച് ചെറിയൊരു ലുക്ക് വ്യത്യാസം വന്നില്ലേ. അപ്പോൾ നോക്കിയേ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയൊരു അതിലും കൂടി വെച്ച് കൊടുക്കുമ്പോൾ അങ്ങ് സെറ്റാവും. അതിൽ മാത്രം ഒരു ട്രാപ്പ് ഡോർ ഒന്നും ഉണ്ടാക്കണം guys. ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. കുറച്ച് ട്രാപ്പ് ഡോർ ഉണ്ടാക്കട്ടെ. ഒരെണ്ണമല്ല കുറച്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഇരിക്കുന്ന ബ്ലോക്ക് മൊത്തം ഇതാക്കട്ടെ. ട്രാപ്പ് ഡോർ. ഈ ഡോറായിരുന്നു നല്ലത്. ഏത് ഡോർ എടുത്താലും കേസ് എല്ലാം വെച്ച് ചെയ്യുമ്പോൾ അറിയാമല്ലോ ലുക്ക്. ഒരു വാതില് ഒരു ഡോർ വേണമല്ലേ. ഈ ഡോർ മതി. ഇത് മതി. ട്രാപ്പ് ഡോർ അതായാലും കുഴപ്പമില്ല. തെറ്റിപ്പോയോ? അകത്ത് നിൽക്കണേന്നാ. അകത്ത് നിൽക്കാം. ഓക്കെ അല്ലേ? ഇപ്പം എങ്ങനെയുണ്ട് ആ ലുക്ക്? ചെറിയ ലുക്ക് വ്യത്യാസം ഒന്നുമില്ലേ? ഒരു ഇവിടെയും കൂടി നോക്കാം. അങ്ങനെ തന്നെ. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം ഗൈസ്. അപ്പം ഗൈസ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഗൈസ്? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വില്ലേജ് കണ്ടുപിടിച്ച് ഞാൻ ചെറിയൊരു വീട് പണിത് ഇങ്ങനത്തെ വീട് വന്നിരിക്കുന്നുണ്ട്. എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ എൻ്റെ സംഭവം ഇല്ല ഗൈസ്. മറ്റേ ഇതില്ല. ഞാൻ ഫാബ്രിക് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഫാബ്രിക്കില്ലാത്ത ഇല്ല സൂം ചെയ്യാൻ വേണ്ടി ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണാം.